ഹലോ. നമ്മൾ ഇത്ര രാവിലെ പോകുന്നത് വാഗമണിലോട്ടാണ്. നമ്മൾ കാറും കൊണ്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്നത് ബൈക്കിലാണ്. ബുള്ളറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ വണ്ടി കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് ബുള്ളറ്റും കൊണ്ട് നേരെ നമ്മൾ പന്നീർമുക്ക് സൈഡിലുള്ള പമ്പിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് കേട്ടോ നേരെ പോകുന്നത്. ഇതിപ്പോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ബണ്ട് കയറിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടുന്ന് കാണാൻ പറ്റിയത്. ഒരു 5 മണി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ്. മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു വ്യൂ ആണെന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. കാര്യം വൈകുന്നേരം പോകുന്നതിനേക്കാളും സൂപ്പറാണ്. കടയൊന്നും അധികം തുറന്നിട്ടേ ഉണ്ടാവില്ല. പക്ഷേ അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴി കുറേ പാടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഒരു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതാണ് ഞങ്ങളൊരു വീഡിയോ എടുത്ത് വെച്ചത്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. കാര്യം വേറെ കൊണ്ടല്ല, സ്പീഡ് ഇല്ലാണ്ടിടുവാണെങ്കിൽ ഒത്തിരി വീഡിയോ അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമുക്ക് പറയാൻ അധികം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് മുന്നേ നിങ്ങൾ കണ്ട ആ ഒരു പള്ളിയില്ലേ, അത് പള്ളിയാണെന്ന് മനസ്സിലാകുന്നത് എൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴാണ്. സൈഡിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഇത് എന്ത് സാധനം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോകുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന വണ്ടീനെയൊക്കെ വെട്ടിച്ചിട്ട് അതിൻ്റെ എണ്ണ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഈ മുമ്പേ പോകുന്ന വണ്ടി കണ്ടോ, അവരുടെ വണ്ടിക്ക് ഭയങ്കര സ്പീഡായതുകൊണ്ട് അവരുടെ ഒപ്പം എത്താനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് പോയതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2500 വന്നിട്ടുള്ളത്. 2 ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡും അക്കോമഡേഷനും ഉൾപ്പെടെയാണ് കേട്ടോ 2500 വന്നിട്ടുള്ളത്. നമുക്ക് അവിടെ കിട്ടിയ റൂമും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. റൂമിൻ്റെയൊക്കെ മാത്രമായിട്ടൊരു വീഡിയോ എന്തായാലും അടുത്തിടാ ഇടുന്നേ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറേ പോയി വന്നപ്പോഴത്തേക്കും കുറേ കുന്നും മലയും കാടും എല്ലാം കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ കുന്നും മലയും കാടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അതെ, നമ്മൾ എങ്ങാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെയാ നമ്മൾ ചോദിക്കുന്നത് എനിക്കറിയാൻ മേല. പിന്നെ നമ്മളിങ്ങനെ പോകുന്നതാണ്. നല്ല രസമുണ്ടാകും അത് കുന്നൊക്കെ കാണാൻ, നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നമ്മൾ വാഗമൺ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാഗമൺ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നൈസായിട്ടൊന്ന് നിർത്തി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നമ്മൾ രാവിലെ ഒന്ന് കഴിക്കാണ്ടാണ് പോയത്. അപ്പം വാഗമൺ ചെന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പോകുന്ന ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഗമൺ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബൈക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ അവരുടെ വണ്ടിയിൽ കാറിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്കിനി ബൈക്ക് ഓടിക്കാൻ വയ്യ. കാര്യം അത്രയും തന്നെ വന്നപ്പോഴത്തേക്കും നട പൊട്ടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഗമണിലെ കുന്നും മലയും വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളവരുടെ വണ്ടിക്കാറുന്നത് ഇതിന്റെ പുറകെ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പൈൻ ഫോറസ്റ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ മറന്നുപോയി. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ക്ലൈമിൽ നിങ്ങൾ അവർക്ക് ഇപ്പൊ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടാവും, ഇച്ചിരി ചൂടൊക്കെ വന്നിട്ടുണ്ടാവും. കാര്യം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ തണുപ്പ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കാറ് നമ്മൾ പോകുന്നതിലുണ്ടാവും. പിന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.